അല്ലെ മിണ്ടാതെ നിൽക്കല്ലേ, മിണ്ടാതെ നിൽക്ക്. ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ, ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. നിങ്ങൾ അല്ലല്ല, അതെന്ത് മര്യാദയുടെ കൈരളിയാണെന്ന് പറഞ്ഞ എന്ത് തോന്നിയാസമാണ് എന്ന്. അല്ലല്ല, ഞാൻ കേക്ക്, ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ, ഇത് കേൾക്കണമല്ലോ. നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്കകത്ത്. പുറത്തല്ല, CPM-ൽ എത്ര പേരുണ്ട് ഈ ജില്ല? നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ. പാർട്ടിക്ക് പരാതി, സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി, എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ മറക്കരുത്. അല്ല, അങ്ങനെ പടക്കം പൊട്ടിക്കണില്ല. കാരണം എന്താ അറിയോ, കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവരാഗ്രഹിച്ചത് എന്താണ്? അവരാഗ്രഹിച്ചത്, ഞാൻ നിങ്ങളോട് പറയാമല്ലോ, അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്തുക. അതിന്റെ ശബരിമലയിലെ കൊള്ള, സ്വർണ്ണക്കൊള്ള, അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക. ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം, അതിനെ സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് കൊണ്ടുവരിക. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയാമായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ കൂടി കേട്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു. അതൊന്ന് അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുമെന്ന്. മനസ്സിലായി? അല്ല, നിങ്ങള് അല്ല, സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം. അവരുടെ താല്പര്യം പൊളിറ്റിക്കലായി, അതായത് ഇത് ലൈവാക്കി ഇലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേൾക്കണോ, ഞാൻ പറയണ കേക്ക്. ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കുക. ആദ്യം ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ, ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞൊന്നും അർത്ഥം ചോദിക്കല്ലേ കേട്ടാ. അല്ലല്ല, അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ മറുപടി പറയാതെ ചോദിക്കാൻ ഇയാൾക്ക് ഒരു അവകാശമില്ല. അല്ലേ, ഇവരൊക്കെ മിണ്ടാതെ നിൽക്കണ്ടില്ലേ? അല്ലെ, മിണ്ടാതെ നിൽക്കല്ലേ, മിണ്ടാതെ നിൽക്ക്. ഞാൻ സംസാരിക്കുമ്പോൾ മിണ്ടാതെ, ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. നിങ്ങൾ അല്ലല്ല, അതെന്ത് മര്യാദയുടെ കൈരളിയാണെന്ന് പറഞ്ഞ എന്ത് തോന്നിയാസമാണ്. ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല, അല്ലെ ഞാൻ പറയില്ല. അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കൈരളിക്കാർ ചൊറിഞ്ഞ് ഇതാണല്ലോ. അപ്പൊ ഇവർക്ക് അല്ലല്ല, ഞാൻ പറയട്ടെ, അവർക്ക് അറിയാമായിരുന്നു, തലേ ദിവസം അറിയാം, അവർക്ക് അറിയാമായിരുന്നു പരാതി വരുമെന്ന്. എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഇത് ഇലക്ഷൻ വരെ ഇങ്ങനെ ലൈവാക്കി നിർത്തണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു. തീർന്നില്ലല്ലേ ഏട്ടാ, എന്താ ഇത്ര ധൃതി? ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം. ഞാനിങ്ങനെ നിന്നിരുന്നോണ്ടല്ലേ. അല്ല, നിങ്ങൾ പറഞ്ഞോ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു. ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് എനിക്ക് CPM-നോട് പറയാനുള്ളത്, CPM-ന്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെ കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടിയെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.